ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെങ്കടലിലെ പ്രതിസന്ധി കാരണം സലാല തുറമുഖത്ത് ചരക്ക് വരവിൽ കുറവ്. ഈ വർഷം ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ സലാല തുറമുഖത്തേക്കുള്ള കണ്ടെയ്നറിന്റെ വരവിൽ 16% കുറവുണ്ടായി. ചെങ്കടലിലുണ്ടായ പ്രതിസന്ധി മൂലം ചരക്ക് കപ്പലുകൾ വഴിമാറി യാത്ര ചെയ്തതാണ് പ്രധാന കാരണം. ഈ വർഷം ജൂൺ വരെ 1.679 ദശലക്ഷം 20 അടി സമാന അളവിലുള്ള കണ്ടെയ്നറുകളാണ് സലാല തുറമുഖത്തെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1.999 ദശലക്ഷമായിരുന്നു. എന്നാൽ കണ്ടെയ്നർ ഷിപ്പിംഗ് മേഖലയിൽ തുറമുഖം വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും ഈ വർഷം ആദ്യ പകുതിയിൽ കാർഗോ സർവീസ് 4% വർദ്ധിച്ചു. ജിപ്സം കയറ്റുമതിയിലാണ് വലിയ വർധനവുണ്ടായത്. ഈ വർഷം ആദ്യ പകുതിയിൽ 11.655 ദശലക്ഷം ടൺ കാർഗോയാണ് തുറമുഖം വഴി കടന്നുപോയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.215 ദശലക്ഷം ടണ്ണായിരുന്നു കാർഗോ സർവീസ്. ചെങ്കടലിൽ നടക്കുന്ന സംഘർഷാവസ്ഥ തുടരുന്നത് ആഗോള കപ്പൽ പാതയെ പ്രതികൂലമായി ബാധിക്കും. പ്രധാനമായും ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കപ്പൽ സർവീസിനെയാണ് ബാധിക്കുന്നതെന്നും സലാല തുറമുഖം പ്രതിനിധികൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ആരംഭിച്ച കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം കപ്പൽ കടത്ത് ചെലവ് വർദ്ധിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർ കൊറിയർ കമ്പനിക്ക് വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. ഷിപ്മെന്റ് ക്ലിയറൻസുകൾ വേഗത്തിലാക്കാനും ഡെലിവറിക്ക് കാലതാമസമുണ്ടാവാതിരിക്കാനുമാണ് ഇത്തരത്തിൽ വ്യക്തിഗത വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുന്നതെന്നും കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ കസ്റ്റംസ് ക്ലിയറൻസുകൾക്കും ഡെലിവറിക്കും ഇ-കൊമേഴ്സ് കമ്പനികൾ ഗുണഭോക്താക്കളോട് നിരന്തരമായി വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചപ്പോഴാണ് കസ്റ്റംസ് ഈ നിർദ്ദേശം ഉറപ്പാക്കിയത്. കൊറിയർ കമ്പനികൾ മുഖേന രാജ്യത്തേക്ക് വരുന്ന പാഴ്സലുകളുടെ എണ്ണത്തിൽ 60% വളർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത്. സൗത്ത് അൽ ഷർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബനി ബു ഹസൻ വിലായത്തിൽ കാർഷിക മത്സ്യബന്ധന മേഖലയിൽ വിപുലമായ പരിശോധനാ ക്യാമ്പയിനുമായി ഗവൺമെന്റ്. സുൽത്താനേറ്റ് ഒമാന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കനുസൃതവുമായി കാർഷിക മത്സ്യബന്ധന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗവൺമെന്റിന്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് പരിശോധനാ ക്യാമ്പയിൻ നടക്കുന്നത്. കൂടാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക, ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും നിയമാനുസൃതമായ രീതി പിന്തുടരുക എന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യാപാരികളിൽ അവബോധം വളർത്താനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. കാർഷിക, മത്സ്യബന്ധന, മൃഗം, ജലവിഭവം എന്നീ മേഖലയിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നും അൽ ഷർക്കിയ സൗത്ത് ഗവർണറേറ്റ് കോൺട്രാക്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടാതെ അൽ ഷർക്കിയ സൗത്ത് ഗവർണറേറ്റിലെ മറ്റ് വിലായത്തുകളിലും സമാനമായ പരിശോധന തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാനിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റായ മത്ര മാർക്കറ്റ് വികസിപ്പിക്കാനുള്ള രൂപരേഖ തയ്യാറാകുന്നു. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്താനാവശ്യമായ പഠനങ്ങളും നടക്കുന്നുണ്ട്. മത്ര മാർക്കറ്റിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മീൻപിടുത്തക്കാരുടെ തൊഴിൽ അവസ്ഥകൾ മെച്ചപ്പെടുത്താനുമുള്ള സാഹചര്യമൊരുക്കാനും മത്ര ഉപവാലി അബ്ദുൽ ഹമീദ് അൽ ഖാറൂസിയുടെ അധ്യക്ഷതയിൽ അടുത്തിടെ യോഗം ചേർന്നിരുന്നു. വിലായത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളും കാർഷിക മത്സ്യ ജല വിഭവ മന്ത്രാലയം പ്രതിനിധികളും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും സീ ട്രഡീഷൻ കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാർക്കറ്റിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഇത് പരിഹരിക്കാനുള്ള നടപടികളും കണ്ടെത്തുകയുണ്ടായി. മത്സ്യവിൽപ്പനക്കാർക്കുള്ള കൺട്രോൾ സിസ്റ്റം, മത്സ്യം വിൽപ്പനയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഏകീകരിക്കൽ, മത്സ്യം മുറിക്കുന്നവരെ ഏകീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇവർക്കുള്ള യൂണിഫോം എന്നിവ ചർച്ച ചെയ്തു. മാർക്കറ്റിന് പ്രവർത്തന സമയം നിശ്ചയിക്കുന്നതടക്കമുള്ളവയും ചർച്ചയിൽ ഉയർന്നുവന്നിരുന്നു. മാർക്കറ്റിന്റെ നിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികളിലും മത്സ്യം മുറിക്കുന്നവരിലും നടപ്പിലാക്കേണ്ട നടപടികൾ സീ ട്രഡീഷൻ കമ്മിറ്റി അംഗങ്ങൾ മുന്നോട്ടുവച്ചു. 1960 മുതൽ മത്രയിൽ പ്രവർത്തിച്ചു വരുന്ന പഴയ മത്സ്യ മാർക്കറ്റ് പൊളിച്ചാണ് 2018 കൂടുതൽ സൗകര്യത്തോടെ പുതിയ മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ നഗര കേന്ദ്രമാണ്. ഇപ്പോൾ ദിവസവും നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട്.
വാഹനത്തിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ശിക്ഷാ നടപടിയുമായി ഒമാൻ. നിയമം ലംഘിക്കുന്നവർക്ക് 300 റിയാൽ പിഴയടയ്ക്കാനും 10 ദിവസത്തെ തടവ് ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടേക്കാം. റോഡിലേക്ക് വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നവർ ആർട്ടിക്കിൾ 49(6) പ്രകാരം ശിക്ഷയ്ക്ക് അർഹരായിരിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ച സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും അലക്ഷ്യമായ മാലിന്യ സംസ്കരണ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്താനും പൊതുശുചിത്വവും സുരക്ഷയും നിലനിർത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി പാനീയങ്ങളുമായി 6 പേരെ റോയൽ ഒമാൻ പോലീസ് മുസന്തം ഗവർണറേറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 2 ബോട്ടുകളിലായി വൻതോതിലുള്ള മദ്യം കടത്തുന്നതിനിടയിലാണ് ഏഷ്യൻ വംശജരായ 6 പേർ കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ പിടിയിലായത്. പ്രദേശത്ത് സമാനമായ രീതിയിൽ മുമ്പും മദ്യക്കടത്തിന് ശ്രമം നടന്നിട്ടുള്ളതിനാൽ കോസ്റ്റ് ഗാർഡ് ജാഗ്രതയിലായിരുന്നു. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ആർഒപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് സൗദി മന്ത്രിസഭ വിജയാശംസകൾ നേർന്നു. ജിദ്ദയിൽ ചൊവ്വാഴ്ച സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം കാണിക്കുന്ന വലിയ താൽപ്പര്യവും ഗുണനിലവാരത്തിലുള്ള നിരന്തര ശ്രദ്ധയും മന്ത്രിസഭ ഊന്നിപ്പറഞ്ഞു. ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും വിജയങ്ങളും അതാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം റിയാദ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ പ്രധാന റിംഗ് റോഡ് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിപാടി നടപ്പിലാക്കുന്നതിനെയും മന്ത്രിസഭ അഭിനന്ദിച്ചു. ഗതാഗത സൗകര്യം വികസിപ്പിക്കാനും തലസ്ഥാനത്തെ ഗതാഗതം എളുപ്പമാക്കാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതികൾ. ജനസംഖ്യാ വളർച്ചയ്ക്കും നഗര സാമ്പത്തിക പദ്ധതികൾക്കുമൊപ്പം ആഗോള തലസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രമുഖ സ്ഥാനം ഉറപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗദിയും ലോകാരോഗ്യ സംഘടനയും തമ്മിലുള്ള ആദ്യത്തെ തന്ത്രപരമായ സംഭാഷണത്തിന്റെ ഫലങ്ങളെയും ഉഭയകക്ഷി ഏകോപനം തുടരുന്നതിനും സംയുക്ത സംരംഭങ്ങൾ തിരിച്ചറിയുന്നതിനുമുള്ള കരാറിനെയും മന്ത്രിസഭ പ്രശംസിച്ചു. പ്രാദേശികവും ആഗോളതലത്തിലുള്ളതുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ആഗോള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിൽ തുടരുന്ന സഹകരണവും മന്ത്രിസഭ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളുമായും സംഘടനകളുമായും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ തലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തു. കൃത്യസമയത്ത് ID കാർഡ് പുതുക്കുന്നതിൽ പരാജയപ്പെടുന്ന പ്രവാസികൾക്ക് ID കാലാവധി കഴിഞ്ഞ് 3 ദിവസത്തിനു ശേഷം പിഴ ഈടാക്കുമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. കാലതാമസം വരുത്തുന്ന ആദ്യ സംഭവത്തിന് 500 റിയാൽ പിഴ ചുമത്തും. പുതുക്കൽ വീണ്ടും വൈകിയാൽ പിഴ 1000 റിയാലാക്കി ഉയർത്തും. പുതുക്കൽ പ്രക്രിയ എളുപ്പമാക്കുന്നതിന് താമസക്കാർക്ക് അബ്ഷിർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇതുവഴി പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെയോ വീട്ടുജോലിക്കാരുടെയോ റെസിഡൻസ് ID ഇലക്ട്രോണിക് രീതിയിൽ പുതുക്കാൻ സാധിക്കും.